എന്നെ തകർത്തിട്ട് അവൻ ജീവിക്കണ്ട. അതിന്റെ പേരിൽ എന്താ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. സ്വയം മറക്കരുത്, എന്നെ മോളെ മറക്കരുത്. നിമ്മി തടയരുത് തന്നെ. ഇല്ല, വേണ്ട വേണ്ട. നിമ്മി കുറച്ചെങ്കിലും എന്നെ നീ മനസ്സിലാക്ക്. നമ്മൾ അടിപൊളി തകർത്തവനെ കൊന്നിലേക്ക് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ? ബാലേട്ട, എനിക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി. തിരിച്ചു വരുമ്പോ എന്റെ മോളുടെ ശവ ബാലേട്ടൻ കാണാൻ പോണത്. സത്യം പറയണേ, പിന്നെ ഞങ്ങൾ ജീവനോടുണ്ടാവില്ല. ബാലേട്ടനാണ് സത്യം. നിന്നെ അത് ചെയ്യും. ഇത്രയൊക്കെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റി? അയാൾ എന്നെ വഴി തടഞ്ഞു അടിച്ചു. മിണ്ടിയില്ല. അതോടെ തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതി. ഇപ്പോ എന്റെ ലൈഫിന്റെ അടിത്തറ മാന്താണ്. ഇനിയും ക്ഷമിക്കണോ? ഞാനൊരാണാണ്, എനിക്കുണ്ട് ആരോഗ്യം, ചങ്കൂറ്റമൊക്കെ. എനിക്ക് പേടിയാണ് ബാലേട്ട. എനിക്ക് സ്വത്ത് വേണ്ട, പണം വേണ്ട, കാർ വേണ്ട, വീട് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ബാലേട്ടൻ മാത്രം മതി. ബാലേട്ടൻ മാത്രം മതി. നമുക്ക് ആരോട് മത്സരിക്കണ്ട, പകരം ചോദിക്കണ്ട. വിധി എന്തായാലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ബാലേട്ടന്റെ കൂടെ നിന്നുണ്ടാവും. എന്തിനും ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു തരത്തില് ബാലേന്ദ്രൻ പറഞ്ഞ അടി ശരി. ഇക്കണ്ട ജനങ്ങളെല്ലാം വഞ്ചിച്ച് ജീവിക്കുന്നതിലും നല്ലത് വേണ്ടത് തന്നെയാ. മനസമാധാനെങ്കിലും കിട്ടുമല്ലോ. എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലം. ആ, നീ വന്നോ? ഇരിക്ക. പിള്ളേരെ കൊണ്ടുവന്നില്ലേടി? ഓ, അവർക്ക് ക്ലാസ് ഉണ്ട്. അച്ഛൻ ഉടനെ വരണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആർക്കെങ്കിലും വല്ല അസുഖമാണെന്ന്. അസുഖമായിരുന്ന ഡോക്ടറെ കണ്ടാ മതിയായിരുന്നല്ലോ. ഇത് അതിനൊക്കെ കഷ്ടമാ. കൃഷ്ണകുമാർ അറിഞ്ഞില്ലേ ബാലേന്ദ്രന്റെ? പറഞ്ഞു കേട്ടു. ഹോട്ടല് വിൽക്കാൻ തീരുമാനിച്ചു, വീടും വിൽക്കാണെന്ന് കേട്ടു. ആരൊക്കെ വന്ന് നോക്കിയത്രേ. വില കൊണ്ട് ശരിയാവണില്ല. പകുതി വിലക്കാ ചോദിക്കണേ. വിൽക്കാതെ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം നടക്കണമെങ്കിൽ കിട്ടിയ വിലക്ക് വിൽക്കേണ്ടി വരും. കോടതി 15 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് കാശ് മുഴുവൻ കൊടുത്തു തീർക്കുക, കെട്ടിവെക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ അകത്താവും. കാശ് എവിടെയെങ്കിലും ഒതുക്കിയിട്ടുണ്ടാവും, അല്ലാതെ ബാങ്ക് പൊളിയില്ലല്ലോ. പൊളിഞ്ഞതല്ല, പൊളിച്ചതാ. അവനങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കില്ല. ഞാൻ നിന്നെ വരുത്തിയ ഒരു കാര്യം ആലോചിക്കാനാ. ബാലേന്ദ്രനെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. എന്റെ കയ്യിലാണെങ്കിൽ അത്രയധികം കാശൊന്നുമില്ല. അയ്യോ, ഞങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ല. നിങ്ങളോട് ചോദിക്കാനല്ല. അവന്റെ കടം മുഴുവൻ വിട്ടാൽ നമ്മളെ കൊണ്ടാവില്ല. അവനാരും 10 പൈസ കടവും കൊടുക്കില്ല. ഞാൻ ആലോചിക്കുന്നത്, ഈ വീട് പണയപ്പെടുത്തി ഒരു 10-25 ലക്ഷം രൂപ കൊടുത്താൽ അവന്റെ വീട് വിൽക്കാതെ കഴിച്ചുകൂട്ടാം. മാത്രമല്ല, മിടുക്കനായതുകൊണ്ട് ഭാവിയിൽ അവൻ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നന്നായിക്കോളും, കടവും വിട്ടും. നിർമ്മല വഴിയാധാരാകാൻ പാടില്ലല്ലോ. അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കടായിട്ടല്ലേ കൊടുക്കണത്? കടം വീട്ടുന്ന എന്റെ അത്ര ഉറപ്പ്? ഞങ്ങൾക്കും കാശിന് അത്യാവശ്യമുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഒരു വീട് വെച്ചിട്ടില്ല. അതിന്റെ അച്ഛൻ ഇതുവരെ ഓർക്കാത്തത്? നിർമ്മല മാത്രമല്ലല്ലോ, ഞാനും അച്ഛന്റെ മോള് തന്നെയല്ലേ. നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നില്ലല്ലോ. അതിപ്പോ ആരുടെയാ കുറ്റം? ഞങ്ങളാരും ഉണ്ടാക്കിയതല്ലോ അവസ്ഥ. ഞങ്ങൾക്ക് സമ്മതമല്ല. അവള് പറയുന്നത് കാര്യമാ. പിന്നെ വേണമെങ്കിൽ ഈ വീടങ്ങ് വിൽക്ക്, എന്നിട്ട് എല്ലാവർക്കും സമമായിട്ട് വീതിക്ക്. അച്ഛനും അമ്മയും ഞങ്ങൾ നോക്കിക്കോളാം. എന്താ? അത് വിട്ട് വേറൊന്നും ആലോചിക്കണ്ട. ഇവന്റെ അടുത്തൊക്കെ ചെന്ന് ജീവിക്കണം. വേണ്ട, ഒന്നും വേണ്ട. അനുഭവിക്കട്ടെ. അവളുടെ വിധിയാണെന്ന് സമ്മാനിക്കാം. நேரம் காலம் பார்க்குற பழக்கம் இருக்கா? இப்ப நல்ல நேரம் தான். വളരെ നല്ല സമയം. என்ன சொன்னீங்கன்னு புரியல. நல்ல நேரம் தான் சொன்னேன். 40 lakhs cash, 50 lakhs draft. சரியா தான் இருக்கு. இருந்தாலும் எண்ணி பாத்துங்க. பரவாயில்ல. எங்க சைன் பண்ணணும்? இங்க. ഒരിക്കൽ കൂടെ കസേര വന്നിരിക്കട്ടെ.
മോനെ ബല വാ വീടെത്തി. വേണ്ട പിടിക്കണ്ട. ഇങ്ങനെ കുടിച്ചോണ്ട് പ്രശ്നങ്ങളൊക്കെ തീരുവോ? എല്ലാരും കുറ്റപ്പെടുത്തും, താൻ തോന്നി. പക്ഷേ നാരായണൻ എന്നെ കുറ്റപ്പെടുത്തരുത്. തീരെ പ്രതീക്ഷിച്ചില്ല. ഇനി നിങ്ങളാരും തിരിഞ്ഞു നോക്കൊന്നും വിചാരിച്ചില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ? മാപ്പോ, ഞാനൊരു താന്തോന്നിയായിപ്പോയി, ഒരു ഫൂൾ, ജീവിക്കാനറിയാത്തൊരു മണ്ടൻ. നാളെ നിന്നകത്തേക്ക് വരും. ഓ, വക്കീലുണ്ടോ? വക്കീലെ, ക്ഷമിക്കണട്ടോ. നിങ്ങളൊക്കെ എന്റെ നന്മയാണ് ആഗ്രഹിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് ശരിയാവില്ല. ആ, എല്ലാരും ഉണ്ടല്ലോ. നിമ്മിക്ക് ആശ്വാസമായില്ലേ? നിമ്മി ഭയന്നിരിക്കായിരുന്നു, എല്ലാരും പിണങ്ങിന്ന് കരുതി. മോൾ ഉറങ്ങിയോ നിമ്മി? ഉറങ്ങി. ഉറങ്ങട്ടെ, ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങട്ടെ എന്റെ മോള്. ഹോട്ടല് വിറ്റു. വെറും 90 ലക്ഷം രൂപയ്ക്ക് കാറും വിറ്റു. ബാലേന്ദ്രൻ എന്നും അഹങ്കരിച്ചിരുന്ന ബെൻസ് ഇനിയിപ്പോ വീടും കൂടെ ഉണ്ട്. പലരും വന്ന് നോക്കിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ റെഡി ക്യാഷുള്ള ആർക്കെങ്കിലും ഇതും വെക്കും. പോട്ടെ, ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പോണതൊന്നും ഓർത്ത് വിഷമിക്കരുത്. സമ്പത്ത് എപ്പോഴും അങ്ങനെയാ, അത് വരും പോകും. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ കഥ പോലുണ്ട്. വഴിയാധാരം. നിന്റെ ആത്മവിശ്വാസം നശിക്കാതിരുന്നാ മതി. അങ്ങനെ വഴിയാധാരാകേണ്ട ഗതിയോടൊന്നും ഇപ്പൊ ഇല്ല. അത് നിന്റെ വീട് തന്നെയാ. വീട്ടിൽ താമസിക്കാൻ ആളില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. നീ മനസ്സമാനം നശിപ്പിക്കാതെ ബാധ്യതകളൊക്കെ തീർക്കുക. പിന്നത്തെ കാര്യമല്ലേ, അത് നമുക്ക് നോക്കാം. ആ, നിങ്ങൾ എത്തിയോ ബാമോളെ? വീട് ഒഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് പെട്ടി സാധനം ഒന്നും കൊണ്ടുവന്നല്ലേ? ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്ക. നിമ്മി മോളെ, എന്താ ഇത്? എന്ത് കരച്ചിലാ നീ കരയണേ? ഇനി എല്ലാരും ഇല്ലേ നമ്മള്? നിനക്കും നിന്റെ കുട്ടിക്കും ഭർത്താവിനും ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഇത് നിന്റെയും കൂടി വീടല്ലേ മോളെ? നിന്റെ ആഭരണങ്ങളും വിറ്റോ? ഒക്കെ പോട്ടെ, നിനക്കും മോക്കും അത്യാവശ്യത്തിന് വേണ്ട ആഭരണങ്ങള് അമ്മയുടെ കയ്യിലുണ്ട്. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയോ? എല്ലാം ചേർത്ത് കൊടുത്തത്. ഇവിടെ കൊണ്ടുവന്ന എവിടെ ഇടുന്ന ആലോചിക്കായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടല്ല പറഞ്ഞത്. പിന്നെ ഞാൻ വാടകയ്ക്കൊരു ചെറിയ